ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ എൻക്ലെക് സാറിൻ്റെ വീഡിയോയിൽ ഞാനിവിടെ ഒരു ചെറിയ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ചാർജ് നഴ്സ് സൂപ്പർവൈസിംഗ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ടു എ ക്ലയൻറ്റ് വിത്ത് എ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡ് ബൈ എ രജിസ്റ്റേർഡ് നഴ്സ്. സോ ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന RNനെ സൂപ്പർവൈസ് ചെയ്യാണ് ചാർജ് നഴ്സ്. ഓക്കെ, ഈ പേഷ്യൻറ്റിന് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ബ്ലീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ഹൂ ഈസ് അസിസ്റ്റഡ് ബൈ എ LPN ആൻഡ് UAP. അപ്പോൾ UAPയും LPNും അസിസ്റ്റ് ചെയ്യാനും ഉണ്ട്. അപ്പം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ ചാർജ് നഴ്സ് ഷുഡ് ഇൻ്റർവീൻ ഈഫ് ദ RN. അപ്പോൾ RN എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പേഷ്യൻ്റെ സേഫ്റ്റിക്ക് പ്രോബ്ലം വരുന്ന എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ഈ ചാർജ് നഴ്സ് എന്ത് ചെയ്യണം? ഇൻ്റർവീൻ ചെയ്യണം. അപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണ് ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് നോക്കിയാൽ മതി. ഓക്കെ, കറക്റ്റായിട്ട് ഒരു LPNോ അല്ലെങ്കിൽ ഒരു UAPക്കോ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഈ RN ചിലപ്പം ഡെലിഗേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ചാർജ് നഴ്സ് ഇൻ്റർവീൻ ചെയ്യണം. അപ്പോൾ അത് ഏത് സിറ്റുവേഷൻ ആണെന്ന് നോക്കിയാൽ മതി. സോ ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാവാതെ ഏത് ടാസ്ക് ആണ് ഇതിൽ ഇൻഅപ്രോപ്രിയേറ്റ് എന്ന് നോക്കിയാൽ മതി. ഏത് ടാസ്കിലാണ് പേഷ്യൻ്റെ സേഫ്റ്റിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നതെന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഓപ്ഷൻസ് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ: ആസ് ദ LPN ടു റിപ്പോർട്ട് ദ കളർ ഓഫ് ദ ക്ലയൻറ്റ്സ് നെക്സ്റ്റ് ബവൽ മൂവ്മെൻറ്റ്. ഓക്കെ, സോ ബവൽ മൂവ്മെൻറ്റിൻ്റെ കളർ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് LPNന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പേഷ്യൻ്റെ സേഫ്റ്റിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അവിടെ? ഇല്ല അല്ലേ. LPNൻ്റെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതല്ല ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത്: ആസ് ദ LPN ടു ഡ്രോ ബ്ലഡ് ഫോർ എ റിപ്പീറ്റ് ഹീമോഗ്ലോബിൻ ലെവൽ ആഫ്റ്റർ ട്രാൻസ്ഫ്യൂഷൻ. ട്രാൻസ്ഫ്യൂഷന് ശേഷം ഹീമോഗ്ലോബിൻ ചെയ്യാനായിട്ട് ബ്ലഡ് ഡ്രോ ചെയ്യുക എന്നുള്ളത് എഗെയിൻ LPNന് ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണ്. എന്ത്? ഈ ഒരു ബ്ലഡ് വിഡ്രോ ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇതിപ്പോൾ UAP ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു? ഇൻഅപ്രോപ്രിയേറ്റ് ആണെന്ന് പറയായിരുന്നു. പക്ഷേ LPN ആയതുകൊണ്ട് ലൈസൻസ്ഡ് പ്രാക്ടീസ് നഴ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്ലഡ് വിഡ്രോ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷനും നമുക്ക് കറക്റ്റ് ആയിട്ട് വരില്ല. നമ്മൾ നോക്കുന്നത് എന്താണ്? ഏതാണ് ഇൻഅപ്രോപ്രിയേറ്റ് എന്നാണ് കേട്ടോ. അടുത്തത്: ആസ് ദ UAP ടു മെഷർ ദ വൈറ്റൽ സൈൻസ് ബിഫോർ ബിഗിനിങ് ദ ട്രാൻസ്ഫ്യൂഷൻ. സോ ട്രാൻസ്ഫ്യൂഷൻ ബിഗിൻ ആകുന്നതിന് മുമ്പ് UAPനോട് വൈറ്റൽ സൈൻസ് മെഷർ ചെയ്യാനാണ് പറയുന്നത്. സോ മെഷർമെൻറ്റ്, വൈറ്റൽ സൈൻസ് മെഷർ ചെയ്യുക എന്നുള്ളത് കുഴപ്പമില്ലാത്ത കാര്യമാണ്. സോ UAPക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് ഓക്കെയാണ്. അടുത്തത്: ആസ് ദ UAP ടു സിറ്റ് വിത്ത് ദ ക്ലയൻറ്റ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 15 മിനിറ്റ്സ് ഓഫ് ദ ട്രാൻസ്ഫ്യൂഷൻ. ഓക്കെ, സോ ട്രാൻസ്ഫ്യൂഷൻ്റെ ഫസ്റ്റ് 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ് അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അഡ്വേഴ്സ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്, അലർജിക് റിയാക്ഷൻസ് ഒക്കെ കാണിക്കുന്ന ഒരു സ്റ്റേജ് കൂടെയാണ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ്സ് RN അവിടെ പ്രസൻറ്റ് ആയിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ UAPനെ ആക്കിയിട്ട് UAPനെ കൂടി ഇരുത്തിയിട്ട് ആദ്യത്തെ 15 മിനിറ്റ്സ് പോകാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻ്റർവീൻ അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ്. സോ UAPനെ ആദ്യത്തെ 15 മിനിറ്റ്സ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ നമുക്ക് ഏൽപ്പിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു 15 മിനിറ്റ്സിൽ നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പേഷ്യൻറ്റിനെ അസസ് ചെയ്യേണ്ട ഒരു സ്റ്റേജാണ്. അപ്പോൾ അസസ്മെൻറ്റ് UAPക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ 15 മിനിറ്റ്സിൽ അലർജിക് റിയാക്ഷൻസ്, ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ടാസ്ക്. അപ്പോൾ ചാർജ് നഴ്സ് ഇൻ്റർവീൻ ചെയ്യേണ്ടത് ഈ ഒരു ടാസ്കിലാണ്. അതുകൊണ്ട് നാലാമത്തെ ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? സോ എന്ത് ചെയ്താൽ മതി? LPNനും അതുപോലെ തന്നെ UAPക്കും ചെയ്യാൻ പറ്റുന്ന അവരുടെ സ്കോപ്പ് ഓഫ് പ്രാക്ടീസിലുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എളുപ്പമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.